ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലാൻഡ് ബൈ ഗീത. രണ്ട് കൂട്ടുകാർ തമ്മിൽ കുറേ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുകയാണ്. കോളേജിലൊക്കെ പഠിച്ച കുട്ടികളാണ്. പക്ഷെ അവർ വീണ്ടും കണ്ടുമുട്ടുന്ന സമയത്ത് എന്തായിരിക്കും അവർക്ക് സംസാരിക്കാനുണ്ടാകുക? കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചറിയാനുണ്ടാകും അല്ലേ? അപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് ഇതുപോലെ സംഭവിക്കാറുണ്ട്. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ കോളേജിലൊക്കെ പഠിച്ച ഫ്രണ്ട്സിനെയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഇംഗ്ലീഷിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഈ കോൺവെർസേഷൻ? അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് കൂട്ടുകാരൊക്കെയാണ് ടീന ആൻഡ് റീമ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കൺവെർസേഷൻ ബിറ്റ്വീൻ ടു ഓൾഡ് ഫ്രണ്ട്സ്. രണ്ട് പഴയ സുഹൃത്തുക്കൾ തമ്മിൽ കുറേ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഉള്ള സംഭാഷണം. ഇവിടെ ടീന റീമയെ ആദ്യം കാണുകയാണ്. ടീന ശരിക്കും സർപ്രൈസാണ്. ടീന പെട്ടെന്ന് പോയി ചോദിക്കുക, ഹേ റീമ, ഈസ് ദിസ് യു? ഹേ റീമ, ഇത് നീ തന്നെയാണോ? നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ ചോദിക്കില്ലേ, ഇത് നീ തന്നെയാണോ? ഹേ റീമ, ഈസ് ദിസ് യു? റീമ, ഹേ ടീന, ഹൗ ആർ യു? ഹേ ടീന, ഹൗ ആർ യു? നിനക്ക് സുഖാണോ? ഹേ ടീന, ഹൗ ആർ യു? ടീന, ഐ എം ഫൈൻ, വാട്ട് അബൌട്ട് യു? എനിക്ക് സുഖാണ്, നിനക്കോ? ഐ എം ഫൈൻ, വാട്ട് അബൌട്ട് യു? ഈ വാട്ട് അബൌട്ട് യു എന്ന് ചോദിച്ചാൽ നിനക്കോ എന്ന് അങ്ങോട്ട് തിരിച്ചും ചോദിക്കുകയാണ്. റീമ, ഐ എം ഗുഡ് ടു, ഐ എം ഗുഡ് ടു. എനിക്കും സുഖമാണ്, ഐ എം ഗുഡ് ടു. ടീന, ഇറ്റ്സ് ബീൻ ലോങ് ടൈം സിൻസ് വി മെറ്റ്. ഇറ്റ്സ് ബീൻ ലോങ് ടൈം, കുറേ നാളുകളായി നമ്മൾ കണ്ടിട്ട്. സിൻസ് വി മെറ്റ്. റീമ, യെസ്, വി ലാസ്റ്റ് മെറ്റ് ഡ്യൂറിങ് ദ എക്സാംസ്. നമ്മൾ ലാസ്റ്റ് കണ്ടത് എക്സാമിൻ്റെ ടൈമിലാണ് എന്നാണ് പറയുന്നത്. യെസ്, വി ലാസ്റ്റ് മെറ്റ് ഡ്യൂറിങ് ദ എക്സാംസ്. ടീന, ഹൗ ഇസ് യുവർ ഫാമിലി? നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ചോദിക്കില്ലേ, എങ്ങനെയുണ്ട് എല്ലാവരും, സുഖമാണോ എന്നൊക്കെ. ഹൗ ഇസ് യുവർ ഫാമിലി? നിൻ്റെ ഫാമിലിയിൽ എല്ലാവരും എങ്ങനെയുണ്ട്? റീമ, ഓൾ ആർ ഗുഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു. ഓൾ ആർ ഗുഡ്. വാട്ട്സ് ന്യൂ വിത്ത് യു? എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? പെട്ടെന്ന് നമ്മൾ ചോദിക്കുമല്ലേ, പറ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? വാട്ട്സ് ന്യൂ വിത്ത് യു? ടീന, ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് മൈ ന്യൂ ജോബ് ആസ് എ ടീച്ചർ ഇൻ എ സ്കൂൾ. ഞാനൊരു സ്കൂളിൽ ടീച്ചറായിട്ടൊരു പുതിയ ജോലി തുടങ്ങിയിട്ടുണ്ട്. ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് മൈ ന്യൂ ജോബ് ആസ് എ ടീച്ചർ ഇൻ എ സ്കൂൾ. അപ്പോൾ റീമ പറയുകയാണ്, ദാറ്റ്സ് ഗുഡ്. ഓ, അത് നന്നായിരിക്കുന്നു. ദാറ്റ്സ് ഗുഡ്. ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? അതെങ്ങനെ പോകുന്നു? എങ്ങനെയുണ്ട് ജോലി? പുതിയ ജോലിയല്ലേ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുക. ടീന, ഇറ്റ്സ് ബീൻ റിയലി ഇൻട്രസ്റ്റിംഗ് സോ ഫാർ. ഇതുവരെ ആയിട്ടും നല്ല രീതിയിൽ തന്നെയാണ്, നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ബീൻ റിയലി ഇൻട്രസ്റ്റിംഗ് സോ ഫാർ. വാട്ട് അബൌട്ട് യു? തിരിച്ചും അങ്ങോട്ട് ചോദിക്കുകയാണ്. നിനക്കോ, നീ എന്ത് ചെയ്യുകയാണ് എന്നൊക്കെ തിരിച്ച് ചോദിക്കുകയാണ്. വാട്ട് അബൌട്ട് യു? റീമ, ഐ എം വർക്കിംഗ് ആസ് എൻ അക്കൗണ്ടൻറ്റ് ഇൻ എ കമ്പനി. ഞാനൊരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്, ജോലി ചെയ്യുകയാണ്. ഐ എം വർക്കിംഗ് ആസ് എൻ അക്കൗണ്ടൻറ്റ് ഇൻ എ കമ്പനി. ടീന, ഗുഡ്, നന്നായി. ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നു ആ ജോലി എന്നാണ്. ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? റീമ, ഇറ്റ്സ് റിയലി നൈസ്, ഐ എം ഹാപ്പി വിത്ത് മൈ ജോബ്. നന്നായി പോകുന്നു, വളരെ നന്നായിട്ട് തന്നെ പോകുന്നു. ഐ എം ഹാപ്പി വിത്ത് മൈ ജോബ്. ഞാൻ എൻ്റെ ജോലിയിൽ ശരിക്കും വളരെയധികം സന്തുഷ്ടയാണ്. ഇറ്റ്സ് റിയലി നൈസ്, ഐ എം ഹാപ്പി വിത്ത് മൈ ജോബ്. ടീന, ഗുഡ്, ലെറ്റ്സ് പ്ലാൻ സംതിങ് ദിസ് വീക്കെൻഡ്. നമുക്ക് ഈ വീക്കെൻഡിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ലെറ്റ്സ് പ്ലാൻ സംതിങ് ദിസ് വീക്കെൻഡ്. റീമ, ഷുവർ, ഡു യു ഹാവ് എനി പ്ലാൻസ് ഇൻ യുവർ മൈൻഡ്? ഷുവർ, തീർച്ചയായിട്ടും. നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഡു യു ഹാവ് എനി പ്ലാൻസ് ഇൻ യുവർ മൈൻഡ്? ടീന, യെസ്, ആർ യു ഫ്രീ ദിസ് വീക്കെൻഡ്? ഉണ്ട്. നീ ഈ വീക്കെൻഡിൽ ഫ്രീ ആണോ? ആർ യു ഫ്രീ ദിസ് വീക്കെൻഡ്? യെസ്, ആർ യു ഫ്രീ ദിസ് വീക്കെൻഡ്? റീമ, യെസ്, ഐ ആം. യെസ്, ഞാൻ ഫ്രീ ആണ്, ഞാൻ ഫ്രീ ആണ് എന്ന്. അപ്പോൾ ടീന, ഹൗ അബൌട്ട് ഗോയിങ് ടു ദ ബീച്ച് ഓൺ സാറ്റർഡേ ഈവനിങ്? നമുക്ക് ബീച്ചിൽ സാറ്റർഡേ വൈകുന്നേരം ബീച്ചിൽ പോകുന്നതിനെക്കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന്. നമ്മളിവിടെ ഹൗ അബൌട്ട് ഗോയിങ് ടു ദ ബീച്ച്, ബീച്ചിൽ പോകുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിക്കില്ല. എവിടെയാണ് നമ്മൾ ഹൗ അബൌട്ട് ഗോയിങ് ടു ദ ബീച്ച് ഓൺ സാറ്റർഡേ ഈവനിങ്. സാറ്റർഡേ ഈവനിങ്ങിൽ ബീച്ചിൽ പോകുന്നതിനെക്കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം? റീമ, ദാറ്റ്സ് ഗുഡ് ആൻഡ് വി ക്യാൻ ഹാവ് അവർ ഡിന്നർ വൈൽ കമ്മിങ് ബാക്ക്. അതെന്തായാലും നന്നായി. ദാറ്റ്സ് ഗുഡ്, അത് നന്നായി. ആൻഡ് വി ക്യാൻ ഹാവ് അവർ ഡിന്നർ വൈൽ കമ്മിങ് ബാക്ക്. തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഡിന്നറും കഴിക്കാം. ടീന, ദാറ്റ് വുഡ് ബി ഗ്രേറ്റ് ഐഡിയ. അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. ദാറ്റ് വുഡ് ബി ഗ്രേറ്റ് ഐഡിയ. റീമ, വെൻ വുഡ് വി ലീവ്? നമ്മൾ എപ്പോഴാണ് പുറപ്പെടേണ്ടത്? വെൻ വുഡ് വി
ലീവ്. സാറ്റർഡേ പോകുന്ന സമയത്ത് ടൈമൊക്കെ ഫിക്സ് ചെയ്യണ്ടേ. അപ്പോൾ ടീന പറയുകയാണ്, ഐ തിങ്ക് സാറ്റർഡേ ഈവനിങ് അറൗണ്ട് 4 PM. സാറ്റർഡേ ഒരു 4 മണിക്കകത്ത് നമുക്ക് വൈകുന്നേരം പുറപ്പെടാം. എന്നിട്ട് പറയാണ്, ഡോണ്ട് വറി, ഐ ഗിവ് യു എ കോൾ. വിഷമിക്കേണ്ട, ഞാൻ നിന്നെ വിളിക്കാം. ഐ ഗിവ് യു എ കോൾ. അപ്പോൾ റീമ, ഡു യു ഹാവ് മൈ ഫോൺ നമ്പർ? നിൻ്റെ അടുത്ത് എൻ്റെ ഫോൺ നമ്പർ ഉണ്ടോ? ടീന, ഓ നോ, ഐ ഡോണ്ട് ഹാവ് യുവർ ഫോൺ നമ്പർ. എൻ്റെ അടുത്ത് നിൻ്റെ ഫോൺ നമ്പർ ഇല്ല. ഓ നോ, ഐ ഡോണ്ട് ഹാവ് യുവർ ഫോൺ നമ്പർ. റീമ, ലെറ്റ്സ് ഷെയർ അവർ ഫോൺ നമ്പർ. നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ ഷെയർ ചെയ്യാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പർ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ പറയാം, ലെറ്റ്സ് ഷെയർ അവർ ഫോൺ നമ്പർ. ടീന, ഓക്കെ, ബൈ, സി യു, ടേക്ക് കെയർ. സി യു, ടേക്ക് കെയർ. റീമ, ബൈ. അപ്പോൾ ഈ രണ്ട് കൂട്ടുകാർ തമ്മിലുള്ള ഡയലോഗ് കോൺവെർസേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ശരിക്കും നമ്മുടെ ലൈഫിൽ നമുക്ക് ആവശ്യമായി വരുന്ന കുറച്ച് കോൺവെർസേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇതുപോലത്തെ ഡയലോഗ് കോൺവെർസേഷൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.